2 രാജാക്കന്മാർ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് പ്രകാശിപ്പിച്ചു തന്ന ഈ വചന വെളിപ്പാടുകൾ ഒരു ആത്മീയ മുന്നേറ്റം ഈ തലമുറയിൽ ഉണ്ടാകണമെന്നുള്ള ഒരു ദൈവിക ലക്ഷ്യത്തോടു കൂടിയാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. പ്രവാചക ശിഷ്യന്മാർ തങ്ങളുടെ ഇടുങ്ങിയ പാർപ്പിടത്തിന് പകരം ഒരു പുതിയ പാർപ്പിടം പണിയുവാൻ ആത്മാവിനാൽ ഒരുക്കപ്പെട്ടതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ദൈവജനം ഇടുക്കത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ദൈവിക മുന്നേറ്റം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിത് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. എഴുതപ്പെട്ട വചനമായിരിക്കണം നമ്മുടെ മാനദണ്ഡം. അതുകൊണ്ട് തന്നെ എഴുതപ്പെട്ട വചനമായിട്ട് നിങ്ങൾ ഇത് താരതമ്യം ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. വളരെ ശ്രദ്ധയോടെ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോടെ ആരംഭിക്കട്ടെ. മനുഷ്യവർഗത്തോടുള്ള ദൈവിക ഇടപെടലിൻ്റെ ക്രമമനുസരിച്ച് സഭായുഗം എന്നത് ദൈവിക തൃത്വത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രവർത്തന കാലയളവാണ്. മിസ്രൈമിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനത്തെ വിടുവിപ്പാൻ ആത്മാവായ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുവെന്ന് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യവർഗത്തെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും വിടുവിപ്പാൻ പുത്രനായ ദൈവവും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുവെന്ന് മത്തായി സുവിശേഷം 1-ാം അധ്യായം 23-ാം വാക്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. സകല ജാതികളിൽ നിന്നും നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെ കർത്താവിലേക്ക് കൊണ്ടുവരിക, ദൈവസഭയെ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ ഒരുക്കുക എന്നിങ്ങനെയുള്ള ദൈവിക പദ്ധതികൾക്കായി ദൈവിക തൃത്വത്തിൽ പരിശുദ്ധാത്മാവായ ദൈവവും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുവെന്ന് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മർക്കോസിൻ്റെ മാളികമുറിയിൽ യേശുക്രിസ്തുവിൻ്റെ വചനപ്രകാരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തപ്രകാരം കാത്തിരുന്ന 120 പേരിലേക്കാണ് പരിശുദ്ധാത്മാവായ ദൈവം ഇറങ്ങി വന്നത്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ശക്തിയെ നൽകുക, ശുശ്രൂഷകൾക്കായി വ്യക്തികളെ ഒരുക്കുക, ദൈവാലോചനകളെ വെളിപ്പെടുത്തുക, സാത്താന്യ ശക്തികളെ തടയുക എന്നിങ്ങനെയുള്ള അനേക കാര്യങ്ങൾ പരിശുദ്ധാത്മാവാം ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ്. പരിശുദ്ധാത്മാവാണ് ദൈവസഭയുടെ കാര്യസ്ഥൻ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 26-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. പഴയ നിയമ ഭക്തന്മാരിൽ ആദാമ്യ പാപം ഉണ്ടായിരുന്നതിനാൽ പരിശുദ്ധാത്മാവിന് അവരിൽ വസിക്കുവാൻ കഴിയുമായിരുന്നില്ല. എങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിൽ കൂടെ അവിടുന്ന് ദൈവജനത്തോട് ഇടപെട്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കോടാലി നഷ്ടപ്പെട്ടു പോയ പ്രവാചക ശിഷ്യൻ്റെ നിലവിളി കേട്ടെത്തിയ ദൈവപുരുഷനായ എലീശ തൻ്റെ പുതപ്പ് മടക്കിയെടുത്ത് യോർദാനെ അടിക്കുമെന്നും ആ നദി 2ആയി പിളർക്കപ്പെട്ട് അങ്ങനെ നഷ്ടപ്പെട്ട കോടാലി തിരിയെടുക്കുമെന്നും എലീശയുടെ ശിഷ്യന്മാർ, അവിടെ കണ്ടുകൊണ്ടിരുന്ന ശിഷ്യന്മാർ വിചാരിച്ചിട്ടുണ്ടാകും. ഏലിയാവും എലീശയും പുതപ്പ് മടക്കി യോർദാനെ അടിക്കുന്നതും ആ നദി 2 പ്രാവശ്യം പിളർക്കപ്പെടുന്നതുമെല്ലാം അവർ കണ്ടിട്ടുണ്ടല്ലോ. എന്നാൽ അവർ പ്രതീക്ഷിച്ചിരുന്നത് പോലെയല്ല ദൈവപുരുഷനായ എലീശ പ്രവർത്തിച്ചത്. എലീശ ഒരു കോൽ വെട്ടി കോടാലി വീണ സ്ഥലത്തേക്ക് എറിഞ്ഞു. തൻ്റെ പുതപ്പ് മടക്കി യോർദാനെ അടിച്ചാൽ എന്തെങ്കിലും ഒരു അത്ഭുതം അവിടെ നടക്കുമെന്നും നഷ്ടമായ കോടാലി അങ്ങനെ തിരികെ എടുപ്പാൻ കഴിയുമെന്നും എലീശയ്ക്കറിയാം എന്ന് ഞാനും വിശ്വസിക്കുകയാണ്. എന്നാൽ എലീശ അവിടെ ചെയ്തത് തൻ്റെ അറിവിലുള്ള ശുശ്രൂഷയല്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞത് എലീശ അനുസരിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നാം വിചാരിക്കുന്നത് പോലെയോ നാം പഠിച്ചു വെച്ചിരിക്കുന്നത് പോലെയോ ആയിരിക്കണമെന്നില്ല. അവിടുത്തെ പ്രവൃത്തികൾക്ക് എന്തെങ്കിലും പ്രത്യേക രീതികളോ നിബന്ധനകളോ ഇല്ല എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്തു പറയുന്നുവോ അത് പൂർണ്ണമായി അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ. രാം സൈന്യത്തിൻ്റെ തലവനായിരുന്ന നയമാൻ തൻ്റെ കുഷ്ഠരോഗം സൗഖ്യമാകേണ്ടതിന് വേണ്ടി എലീശയുടെ അടുക്കലെത്തി. എലീശ തൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്ന് തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ തൻ്റെ രോഗമുള്ള ഭാഗത്തിന് മീതെ കൈയാട്ടി അങ്ങനെ തന്നെ സൗഖ്യമാക്കുമെന്നാണ് നയമാൻ വിചാരിച്ചത്. എന്നാൽ നയമാൻ വിചാരിച്ചതുപോലെ അല്ല എലീശ പറഞ്ഞത്. നീ പോയി യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക. അത് നയമാനും ഭോഷത്വമായി തോന്നി. എങ്കിലും അവൻ്റെ ഭൃത്യന്മാരിൽ ഒരു വ്യക്തിയുടെ ആലോചന അനുസരിച്ച് നയമാൻ യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങി കുളിച്ചു. 7-ാം പ്രാവശ്യം മുങ്ങി എഴുന്നേറ്റപ്പോൾ നയമാൻ്റെ കുഷ്ഠം പൂർണ്ണമായി സൗഖ്യമാകുകയും അവൻ്റെ ശരീരം ഒരു ബാലൻ്റെ ശരീരം പോലാകുകയും ചെയ്തു. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം നിയോഗമുള്ളത് നാം ചെയ്യാതിരിക്കുന്നതും നിയോഗമില്ലാത്തത് നാം ചെയ്യുന്നതും ദൈവം മുമ്പാകെ പാപമാണെന്ന് മറക്കരുത്. ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തെത്തിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത മോശ കനാൻ ദേശത്തെത്തുവാൻ കഴിയാതെ മരണമടഞ്ഞു. ദൈവകൽപ്പനയോട് കാണിച്ച അനുസരണക്കേട് നിമിത്തമാണ് മോശയ്ക്ക് കനാൻ ദേശത്ത് കടക്കാൻ കഴിയാഞ്ഞത്. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ രഫീദിമിൽ വെച്ച് ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലാതെയായി. മോശ ദൈവത്തോട് നിലവിളിച്ചു. യഹോവ ദൈവം മോശയോട്
ഞാൻ ഹോരബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും, നീ ആ പാറയെ അടിക്കണം എന്ന് ദൈവം കൽപ്പിച്ചു. പുറപ്പാട് ദിവസം 17-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. ദൈവം കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. ആ പാറയിൽ നിന്നും ധാരാളം വെള്ളം പുറപ്പെട്ടു. പിന്നീട് സീൻ മരുഭൂമിയിൽ വെച്ചും ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലാതെയായി. യഹോവയെ ദൈവം മോശയോട്, നീയും നിന്റെ സഹോദരനായ അഹരോനും സഭയൊക്കെയും വിളിച്ചുകൂട്ടി അവർ കാണെ പാറയോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ മോശ ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി അവർ കാണെ പാറയോട് കൽപ്പിക്കേണ്ടതിന് പകരം പാറയെ അടിച്ചു. ദൈവം കൽപ്പിച്ചതിന് വിരുദ്ധമായത് മോശ ചെയ്തു. തനിക്കുണ്ടായ ബദ്ധപ്പാടുകൾക്കിടയിൽ മോശ ദൈവകൽപ്പനയെ മറന്ന് തൻ്റെ അറിവിലും അനുഭവത്തിലും ശുശ്രൂഷിക്കുകയായിരുന്നു, പ്രവർത്തിക്കുകയായിരുന്നു. ആ പാറയിൽ നിന്നും ധാരാളം വെള്ളം പുറപ്പെട്ടെങ്കിലും മോശയ്ക്കും അഹരോനും വിരോധമായി ദൈവം കോപിച്ചു എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. മോശയും അഹരോനും കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുകയില്ലെന്ന് ദൈവം അന്ന് തന്നെ അവരോട് കൽപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മോശയുടെ മരണശേഷം യഹോവയെ ദൈവം യോശുവയെ ഇസ്രായേലിന് നേതാവാക്കി. 40 വർഷം മരുഭൂമിയിൽ അരഞ്ഞു തിരിഞ്ഞ ഇസ്രായേൽ ജനത്തെ അവരുടെ വാഗ്ദത്ത നാട്ടിലെത്തിക്കുവാൻ യോശുവയെ ദൈവം കരങ്ങളിലെടുക്കുകയായിരുന്നു. സമാഗമന കൂടാരത്തിൽ എപ്പോഴും ദൈവത്തോടു കൂടെ വസിച്ച യോശുവ ദൈവം എന്നും പുതിയത് ചെയ്യുന്നുവെന്നും ദൈവം എന്തു പറഞ്ഞാലും അതിനെ ചോദ്യം ചെയ്യാതെ അതേപടി അനുസരിക്കണമെന്നും മനസ്സിലാക്കിയിരുന്നു. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരെ യോർദാന് നേരെ അയക്കുക, യെരിഹോ മതിലിനു ചുറ്റും 6 ദിവസം മൗനമായി നടക്കുക, 7-ാം ദിവസം ആർപ്പിടുക എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ദൈവമായ കർത്താവ് യോശുവയുടെ കൽപ്പിച്ചപ്പോൾ യോശുവ അതിനെ ചോദ്യം ചെയ്യാതെ അനുസരിച്ചു. ഇന്നുള്ള ബുദ്ധിജീവികളിൽ ആരെങ്കിലും അന്ന് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ യോശുവയോട്, നീ ചെയ്യുന്നത് മോശയുടെ പഞ്ചഗ്രന്ഥത്തിൽ തെളിവുണ്ടോ, പിതാക്കന്മാരുടെ കാലത്ത് ദൈവം എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ദൈവിക പദ്ധതിയെ അലക്ഷ്യമാക്കുമായിരുന്നു. ആത്മീക ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നവർ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുമ്പോൾ ദൈവജനത്തിനും ആത്മീയ മുന്നേറ്റം സംഭവിക്കുകയാണ്. ദൈവകൽപ്പനയെ ലംഘിച്ച മോശയും അഹരോനും കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുകയില്ലെന്ന് ദൈവം കൽപ്പിച്ചിരിക്കെ അവർക്ക് ജനത്തെ കനാനിലേക്ക് നടത്തുവാൻ കഴിയുകയില്ലല്ലോ. പുതിയ നിയമകാലത്തും അങ്ങനെ തന്നെയാണ്. ദൈവാത്മാവിനോട് മറുത്തു മത്സരിക്കുന്നവരുടെ നേതൃത്വത്തിൽ ദൈവജനത്തിന് മുന്നേറ്റം ഉണ്ടാകുകയില്ല. പരിശുദ്ധാത്മാവിനെ അനുസരിക്കാത്ത ആത്മീയ നേതൃത്വങ്ങൾ ആധുനിക ദൈവസഭയുടെ ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യോശുവയെ പോലെ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുവാൻ മനസ്സുള്ള ഒരു തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ളവരാണ് ദൈവജനത്തെ യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവിനായി ഒരുക്കുന്നത്. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന ശുശ്രൂഷകൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിരിക്കും. അവൻ്റെ ശുശ്രൂഷ രീതിയും വ്യത്യസ്തം തന്നെയായിരിക്കും. പരിശുദ്ധാത്മാവ് എന്തു പറയുന്നുവോ അതിനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുക എന്നുള്ളതിന് ഒരു പ്രത്യേക സംഭവം ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 2002 എറണാകുളത്ത് വെച്ച് ആശിഷമാരി എന്ന പേരിൽ ഒരു 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുകയുണ്ടായി. ദൈവാത്മാവ് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവഭൃത്യൻ തൻ്റെ ശുശ്രൂഷ മധ്യേ സദസ്സിലുണ്ടായിരുന്ന മുഴുവൻ ദൈവഭൃത്യന്മാരെയും വേദിയിലേക്ക് ക്ഷണിച്ചു. പലരും ആ ക്ഷണം സ്വീകരിച്ച് പിന്മാറിയപ്പോൾ സാധാരണക്കാരായ ചില ദൈവഭൃത്യന്മാർ ആ ക്ഷണം സ്വീകരിച്ച് വേദിയിലേക്ക് കയറി ചെന്നു. അക്കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അവർ ഏകദേശം 35ഓളം ദൈവഭൃത്യന്മാരുണ്ടായിരുന്നു. തുടർന്ന് ആ ദൈവഭൃത്യൻ ചെയ്ത കാര്യം സകലരെയും അത്ഭുതപ്പെടുത്തി. വേദിയിലേക്ക് കയറി ചെന്ന ഓരോ ദൈവഭൃത്യന്മാരുടെയും കാലുകളുടെ പൊടി തൻ്റെ തൂവാല കൊണ്ട് തുടയ്ക്കുകയും കുനിഞ്ഞ് കാലുകളിൽ തൻ്റെ കരം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ആ ദൈവഭൃത്യൻ തൻ്റെ തൂവാല കുടഞ്ഞുകൊണ്ട്, ഇത് ഭാരതത്തിൻ്റെ ഉണർവിൻ്റെ പൊടികളാണെന്നും ഈ തലമുറയിൽ ഭാരതത്തിൽ നിന്നും ഒരു ഉണർവ് പൊട്ടിപ്പുറപ്പെടുമെന്നും പ്രവചിച്ചു പറഞ്ഞു. വേദിയിലേക്ക് കയറി വരുന്നവരുടെ കാലുകളുടെ പൊടി തുടയ്ക്കുവാനും കാലുകളിൽ കരം വെച്ച് പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവ് ആ ദൈവഭൃത്യന് പ്രേരണ നൽകിയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് ഭോഷത്വമായി തോന്നുന്നതെങ്കിലും അദ്ദേഹം പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി അനുസരിക്കുകയായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തു പറഞ്ഞുവെന്നോ എന്ത് ചിന്തിക്കുന്നുവെന്നോ ആലോചിക്കാതെ നാം ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കേണ്ടിയിരിക്കുന്നു. സ്വർഗത്തിലെത്തിക്കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മോട് ചോദിക്കുന്നത് മറ്റുള്ളവർ നിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു എന്നായിരിക്കില്ല. ഞാൻ നിന്നോട് പറഞ്ഞത് നീ അനുസരിച്ചുവോ എന്നായിരിക്കുമല്ലോ. സദസ്സിലുണ്ടായിരുന്ന ദൈവഭൃത്യന്മാരെ വേദിയിലേക്ക് ക്ഷണിക്കുവാനും അവരുടെ കാലിലെ പൊടി തൻ്റെ തൂവാല കൊണ്ട് തുടച്ചിട്ട് അവരുടെ കാലുകളിൽ കരം വെച്ച് പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ നമ്മൾ ദൈവശബ്ദത്തെ തിരിച്ചറിയുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യവുമുണ്ട്. ദൈവാത്മാവിനെ അനുസരിക്കുന്ന ഏവർക്കും ദൈവശബ്ദത്തെ തിരിച്ചറിയുവാൻ വളരെ ലളിതമായിരിക്കും. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കാത്തവർക്ക് അത് ഭാരമുള്ള സംഗതി തന്നെയാണ്. ദൈവിക ശുശ്രൂഷയിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന തോന്നലുകളെല്ലാം ദൈവികമായിരിക്കണമെന്നില്ല. എന്നാൽ നമുക്കെങ്ങനെ അതിനെ തിരിച്ചറിയാൻ കഴിയും? എഴുതപ്പെട്ട വചനത്തിൽ കൂടെ നമുക്കതിനെ തിരിച്ചറിയാൻ കഴിയും.
എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിന് വിരുദ്ധമായി ഒരിക്കലും പരിശുദ്ധാത്മാവ് സംസാരിക്കത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉദാഹരണത്തിന്, വിവാഹിതനായ ഒരുവനോട് നീ ഭാര്യയെ ഉപേക്ഷിച്ച് എനിക്ക് ശുശ്രൂഷ ചെയ്യുക എന്ന് നമ്മുടെ കർത്താവ് ഒരിക്കലും പറയത്തില്ല. എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തിനും ദൈവിക ഹിതത്തിനും വിരുദ്ധമായി ഉയരുന്ന വെളിപ്പാടുകൾ, സ്വപ്നങ്ങൾ, തോന്നലുകൾ, സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചുണ്ടാകുന്ന തീരുമാനങ്ങൾ, ഇവയൊക്കെ സാധാന്യമാണ്. അങ്ങനെയുള്ള തീരുമാനങ്ങളിൽ നമ്മുടെ കർത്താവിന് പ്രസാദം ഉണ്ടാകുകയില്ല. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആശയങ്ങളെ ഉറപ്പിക്കുവാൻ, അത് ദൈവികമാണെന്ന് ഉറപ്പിക്കുവാൻ ദൈവം രണ്ടുപേരെങ്കിലും ഉപയോഗിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടുപേരെ എന്നതുകൊണ്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, ഒന്നാമത് ദൈവത്തിൻ്റെ വചനവും രണ്ടാമത് ദൈവത്താൽ അയക്കപ്പെടുന്ന പ്രവാചകനെയുമാണ്. അതുകൊണ്ട് ദൈവിക ശുശ്രൂഷ വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടെ നാം ചെയ്യേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമമോ യേശുക്രിസ്തുവിൻ്റെ ആത്മീക ശരീരമായിരിക്കുന്ന ദൈവസഭയോ നാം നിമിത്തം ലോകത്തിൽ ദുഷിക്കപ്പെടുവാൻ ഇടയാകരുത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുതിയ നിയമത്തിലെ ഓരോ ശുശ്രൂഷകരെയും ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവ് എന്തു പറഞ്ഞുവോ അവർ അതിനെ പൂർണ്ണമായി അനുസരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. നിർജ്ജന പ്രദേശത്തെ പോകുക എന്ന് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞപ്പോൾ അതിനെ ചോദ്യം ചെയ്യാതെ അനുസരിച്ച ഫിലിപ്പോസും, മക്കതോന്യക്കാരനായ ഒരുവൻ തന്നെ വിളിക്കുന്ന ദർശനം കണ്ടിട്ട് സുവിശേഷമായി മക്കതോന്യയിലേക്ക് പോകാൻ പുറപ്പെട്ട പൗലോസുമൊക്കെ ദൈവാത്മാവിനെ പൂർണ്ണമായി അനുസരിക്കുന്നവരായിരുന്നു. അതുകൊണ്ടായിരുന്നു അവരുടെ ശുശ്രൂഷകളിൽ ദൈവമഹത്വം വെളിപ്പെട്ടു വന്നത്. എന്നാൽ ഇന്നോ പരിശുദ്ധാത്മാവിനേക്കാൾ കമ്മിറ്റിക്കാർക്കും കൗൺസിലിനും പ്രാധാന്യം നൽകുന്നു. ഇത് നിമിത്തം ദൈവകൃപയുള്ളവർ പുറത്തു പോകേണ്ടി വരുന്നു. പ്രമാണിമാരുടെയും മറ്റും പ്രസാദം ലഭിച്ചവർ വേദികളിൽ വെളിപ്പെടുന്നു. ഫലമോ അത്ഭുത രോഗശാന്തിയുടെയും ദൈവിക വിടുതലിൻ്റെയും പരസ്യം കണ്ട് ദൈവിക വിടുതലിനായി ഓടിയെടുക്കുന്നവർ വന്നതുപോലെ തന്നെ മടങ്ങുകയാണ്. ഇന്ന് നടക്കുന്ന ഉണർവ് യോഗങ്ങളിൽ പലതിലും ആവേശവും ആരവവും ഒക്കെ ഉയരുന്നുവെങ്കിലും ആത്മസാന്നിധ്യം വ്യാപരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ദൈവശക്തി പകരപ്പെടാത്ത ഇത്തരം യോഗങ്ങളെ ജാതികളുടെ പെരുന്നാളുകളോടും ഉത്സവങ്ങളോടും താരതമ്യം ചെയ്യുന്നതിൽ ഒട്ടും തന്നെ തെറ്റില്ല. ഇസ്രായേലിനെതിരായി ഫെലിസ്തീർ പാളയം ഇറങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ പെട്ടകം ജനം അവിടേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ആ പെട്ടകത്തിന് മുമ്പിൽ ഉച്ചത്തിൽ ആർപ്പെട്ടു. പെട്ടകത്തിൻ്റെ മുമ്പിൽ ഉച്ചത്തിൽ ആർപ്പിട്ടാൽ ദൈവം തങ്ങളെ സഹായിക്കുമെന്നാണ് ഇസ്രായേൽ ജനം അപ്പോൾ വിചാരിച്ചത്. എന്നാൽ ആ യുദ്ധത്തിൽ ഇസ്രായേൽ ജനം പരാജയപ്പെട്ടു പോയി. പെട്ടകവും പിടിക്കപ്പെട്ടു. അശുദ്ധനും അഗ്രചർമ്മിയും ഒക്കെ ചുമക്കുന്ന പെട്ടകത്തിൽ നിന്നും ദൈവസാന്നിധ്യം മാറിപ്പോയിരുന്നത് ഇസ്രായേൽ ജനം തിരിച്ചറിഞ്ഞില്ല. ദ്രവ്യാഗ്രഹികളും അധികാരമോഹികളും ഒക്കെ നേതൃത്വം നൽകുന്ന ഉണർവ് യോഗങ്ങളുടെ സ്ഥിതിയും ഇതേപോലെ തന്നെയാണ്. പണമുള്ളവൻ്റെയോ പാരമ്പര്യമുള്ളവൻ്റെയോ ആർപ്പിൻ്റെ മുമ്പിലല്ല, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവൻ്റെ ശുശ്രൂഷയിലാണ് ദൈവമഹത്വം വെളിപ്പെട്ടു വരുന്നത്. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരിലും അങ്ങനെയുള്ളവർ നടത്തപ്പെടുന്ന ശുശ്രൂഷകളിലുമാണ് ദൈവശക്തി പകരപ്പെടുന്നത്. ആത്മാവിനെ അനുസരിക്കുന്നവർ പ്രത്യേകം വിടുതൽ യോഗങ്ങളോ പ്രത്യേക ഉണർവ് യോഗങ്ങളോ നടത്തേണ്ട കാര്യമില്ല. ഓരോ യോഗങ്ങളിലും ദൈവിക വിടുതലും ഓരോ യോഗങ്ങളിലും ഉണർവിൻ്റെ അനുഭവങ്ങളും ഉണ്ടാവും. ഏലിയാവും ഏലീശയും പൗലോസും പത്രോസും ഒക്കെ ശുശ്രൂഷിച്ചത് ദൈവാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. ദേശാധിപതിയുടെ വിശ്വാസത്തെ തടുക്കുവാൻ ശ്രമിച്ച എലിമാസിനെ അപ്പോസ്തലനായ പൗലോസ് നോക്കിയത് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ ആ നിയന്ത്രണത്തിലായിരുന്നു. പൗലോസ് പറഞ്ഞത് തന്നെ അവിടെ സംഭവിച്ചു. എലിമാസിൻ്റെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചു. ആത്മപൂർണ്ണൻ്റെ വാക്കുകൾ പുറപ്പെടുന്നത് ജഡത്തിൽ നിന്നല്ല, മറിച്ച് ആത്മാവിൽ നിന്നുമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഏലിയാവോ ഏലീശയോ പൗലോസോ പത്രോസോ എന്തു ചെയ്തു എന്നല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളോട് എന്തു പറയുന്നുവോ അത് നിങ്ങൾ അനുസരിക്കുക. പുതിയ നിയമ ശുശ്രൂഷ പാരമ്പര്യത്തിൻ്റെതല്ല, പരിശുദ്ധാത്മാവിൻ്റെതാണ്. അക്ഷരത്തിൻ്റെതല്ല, ആത്മാവിൻ്റെതാണ്. 2 രാജാക്കന്മാർ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞ എലീശയുടെ ശിഷ്യന്മാർ തങ്ങളുടെ പാർപ്പിടത്തിന് പകരം പുതിയതും വിശാലതയുള്ളതും ഒരു പാർപ്പിടം പണിയുവാൻ ആത്മാവിനാൽ ഒരുക്കപ്പെട്ടതുപോലെ 3-ാം നാളിലെ ദൈവസഭ തങ്ങളുടെ കുറവുകളെ തിരിച്ചറിയുകയും ഇടുങ്ങിയ കാഴ്ചപ്പാടിൽ നിന്ന് ഒരു ദൈവിക വിശാലതയ്ക്ക് ഉയരുകയും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എലീശയുടെ ശിഷ്യന്മാരിൽ ഒരുവൻ ദൈവവചനപ്രകാരമുള്ള ദർശനത്തോട് അധ്വാനിച്ചതുപോലെ ഈ തലമുറയിലെ ദൈവസഭയുടെ മുന്നേറ്റത്തിനായി കർത്താവ് അനേകരെ കരങ്ങളെടുക്കുകയും ഉന്നതമായ ദർശനങ്ങൾ അവർക്ക് നൽകുകയും ചെയ്യും. ഇപ്രകാരം ദൈവത്തിൽ നിന്നും ഉന്നതമായ ദൈവിക നിയോഗം പ്രാപിച്ചവർ രംഗത്ത് വരുന്നതോടുകൂടെ അന്ത്യകാല ആത്മീയ ഉണർവും ആരംഭിക്കുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യണം, ഇത് ലൈക്ക് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്താവുന്നതാണ്. പ്രാർത്ഥിക്കുക, ഒരു ആത്മീയ മുന്നേറ്റം നമ്മുടെ ഈ തലമുറയിൽ സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതിനായി നമുക്ക് ഒരുങ്ങാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.